कैप्टन साहब। यस, कस्टम्स और इमिग्रेशन के ऑफिसर्स आ गए हैं। कम ऑन। I am Captain John Samuel. I am Preliminary Officer Sanjeev. Nice to meeting you. Thank you. He is Mr. Shashidaran. Hello. And Satyadevan. Hello. I am Immigration Officer Sunny George, my assistant Chandran. Hello. What is the cargo? ജനറൽ കാർഗോയാ. ക്യാപ്റ്റൻ മലയാളിയാണോ? അതെ, വീട് തിരുവല്ലയാണ്, പക്ഷേ ഫാമിലി എല്ലാം ബോംബെയിലാണ്. ഏതായാലും മലയാളിയായത് നന്നായി. ക്യാപ്റ്റൻ, ഇന്നലെയും മിനിഞ്ഞാന്നും ബർത്ത് ചെയ്ത കപ്പലുകളിൽ ഞങ്ങൾക്ക് ആവോളം തലവേദന ഉണ്ടായിരുന്നു. അതിൽ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള പലതും ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷുവർ, ദിസ് ഷിപ്പ് ഈസ് യുവേഴ്സ്. സാറ് കയറി മറിച്ച് നോക്കിക്കോളൂ. മാനിഫെസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റവും ഇതിലുണ്ടാവില്ല. രാംദേവ് സാബ് കൊല്ലേ ജാओ. अच्छा आइए साहब. Come on. എത്ര ജോലിക്കാരുണ്ട് ഈ കപ്പലിൽ? ഞാൻ ഉൾപ്പെടെ 17 പേർ. എല്ലാവരുടെയും പേപ്പേഴ്സ് ഒക്കെ റെഡിയല്ലേ? പിന്നെ നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോവാം. കമോൺ. അമലേക്കർ, ഡിസിൽവ, അൽബുകാർക്കെ, ഇർഷാദ്, ചിഞ്ചു, ക്യാൻചി, രാംദേവ്, സാഹിദ്, നയീം, പ്യോപി. നോ, ഫോക്ഫി ചൈനക്കാരനാ. മൊത്തം 17 പേരാണല്ലേ ക്രൂ? അതെ, അതിൽ 6 പേർ ഇന്ത്യക്കാരാ, 2 പേർ മലയാളികളാ. ഞാനും മിസ്റ്റർ തോമസ് കുറിയായും. ബാക്കിയുള്ളവർ മറ്റു പല രാജ്യക്കാരാണ്. എല്ലാവർക്കും ലാൻഡിംഗ് പെർമിറ്റ് വേണോ? വേണം സാർ, കുറെ നാളായില്ലേ കര കണ്ടിട്ട്. ബൈ ദ വേ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി സീരിയസ്ലി. ഈ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ കൂടി ഈ കപ്പലിനുണ്ട്. ക്യാപ്റ്റൻ ആയതിനു ശേഷം ഞാൻ ആദ്യമായാണ് കൊച്ചിയിൽ വരുന്നത്. 1 വർഷം മുമ്പ് ഈ കപ്പൽ കൊച്ചിയിലെത്തിയിരുന്നു. അന്ന് കപ്പൽ തിരിച്ചു പോകുമ്പോൾ പുറംകടലിൽ നിന്ന് അവർക്കൊരു മനുഷ്യരെ കിട്ടി. തീർത്തും മരണാസന്നനായ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അയാളുടെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞത്. എന്നിട്ട് ഒരു രേഖയും കൈവശമില്ലാത്ത അയാൾക്ക് ഒരു പോർട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ പോർട്ടിൽ വെച്ച് ഞാൻ ഈ കപ്പലിന്റെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ കപ്പലിന്റെ ബാധ്യതയായി ഈ മനുഷ്യനുണ്ടായിരുന്നു. ഒരു മലയാളിയാണെന്ന് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനം ഞാൻ കൈക്കൊണ്ടു. ആരോരുമില്ലാത്ത അയാളെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. കപ്പൽ കൊച്ചിയിലെടുത്തപ്പോൾ എനിക്കൊരു മോഹം, അയാളെ ഇവിടെ ഇറക്കിയാൽ കൊള്ളാമെന്ന്. പക്ഷേ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു രേഖയും അയാളുടെ പക്കലില്ല. കൂടാതെ അയാളുടെ നാടോ വീടോ സ്വന്തക്കാരെയോ അങ്ങനെ യാതൊന്നിനെ കുറിച്ചും അയാൾക്കൊട്ട് ഓർമ്മയുമില്ല. അയാൾക്ക് ഓർമ്മയുള്ളത് അയാളുടെ പേര് മാത്രം, ബഷീർ. ഈ കാര്യത്തിൽ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ? പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ജോലിയിൽ വന്നിട്ട് ഏറെ നാളായില്ല. പിന്നെ ഇമിഗ്രേഷൻ നിയമത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ഓഫീസറുമായി സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ. ഓക്കെ. സാറിന് ബഷീറിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, കാണാം. താങ്ക് യു. പ്ലീസ് കം. ബഷീർ, നീ വന്നേ. വാ, പേടിക്കണ്ട. ഈ സാറ് എന്റെ സ്നേഹിതനാ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. എവിടെയാ ബഷീറിനെ കൊണ്ടുവിടേണ്ടത്? എവിടെയാ നിന്റെ വീട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ വീടിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ചോദിച്ചാൽ ഇതാണ് മറുപടി. ബഷീർ പോയി ജോലി ചെയ്തു. സാറ് കണ്ടില്ലേ? എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാൻ ഏതായാലും ഓഫീസർ ഒന്ന് കാണട്ടെ. 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിടും. അവന് വേണ്ടി എഴുത്തുകുത്തുകൾ നടത്തി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കപ്പലിന് ഇവിടെ കാത്തു നിൽക്കാനാവോ? ഇല്ല.
അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തന്നെ പിന്നെ ഒരു കാര്യം, ഈ അനുകമ്പയും സഹാനുഭൂതിയൊക്കെ ഇപ്പോഴേ തോന്നും. ഊരും പേരും അറിയാത്ത ഒരു മന്ദബുദ്ധിയെ കരക്കിറക്കിയാൽ ഉടമസ്ഥനെ കണ്ടുപിടിച്ചേൽപ്പിക്കുന്ന ഒരു തലവേദന നമുക്കാ. പ്രമാണവും രേഖയുള്ളവന്റെ കാര്യം നോക്കാൻ തന്നെ ഇവിടെ സമയമില്ല. അപ്പോഴാ വേണ്ടാത്ത പുലിവാലിനൊന്നും പോകണ്ട തന്നെ. കപ്പലിൽ വന്നാൽ കപ്പലിൽ തന്നെ മടക്കട്ടെ. യെസ് സർ, ഹിയർ ഈസ് എ മെസ്സേജ് ഫോർ യു. ഓക്കെ സർ. യാ. എന്തായി സാർ? ഐ എം സോറി ക്യാപ്റ്റൻ, നടക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഫേറ്റ്. ഞാൻ വരട്ടെ. ക്യാപ്റ്റൻ, നമുക്ക് കോടതി വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഒരു പോംവഴിയുണ്ടോ? എനിക്ക് നിയമമൊന്നും വശമില്ല സാർ. കൂടാതെ 2 ദിവസം കഴിഞ്ഞാൽ കപ്പലിന് മടങ്ങണം. എനിക്കാണെങ്കിൽ നല്ല തിരക്കും. അതിനിടയിൽ ഞാൻ ആരെ പോയി കാണാനാണ്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ഭാസ്കർ പിള്ള. അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? സാർ, നിയമവിധേയമായി തന്നെ ബഷീറിനെ എനിക്കിവിടെ ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട്. മറ്റൊരു രാജ്യത്തെ പോർട്ടിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ല. ഇവിടെ സ്വന്തം മണ്ണിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ലെന്ന് വന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ. അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം. അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസേണിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ ഇനിയിപ്പോ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് 3-4 ദിവസത്തെ സമയമെങ്കിലും എടുക്കും. 2 ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? ആ പേരും പറഞ്ഞ് ഇവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ കൈ കഴുകുകയും ചെയ്യും അല്ലേ? ഇനിയിപ്പോ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിൽ ഇല്ലല്ലോ. ബഷീർ മലയാളിയാണ് സാർ. ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളിൽ ഒരു മാർഗമില്ലേ സാർ? ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ? അതെ. ആ ടെലിഫോൺ ഡയറക്ടറിങ് എടുത്ത്. അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും. അവരെ കണ്ടുപിടിക്കുക, അവരവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും. അതിന് അയാൾ ആകെ സംസാരിക്കുന്ന 2-3 വാക്കുകളാണ്. പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ഹലോ, ടൈംസ് അല്ലേ? ആ, ഞാൻ ഭാസ്കർ പിള്ള, അഡ്വക്കേറ്റ്. എഡിറ്റർ അല്ലേ? ഒന്ന് കൊടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്കേ നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെയും ഉടനെ അയച്ചു തരണം. ഹോട്ട് ന്യൂസ് ആണ്. അവർ നേരെ ഏത് വാർഫിലാന്ന് പറഞ്ഞേ? എറണാകുളം വാർഫിൽ. ആ, എറണാകുളം വാർഫിൽ അയച്ചാൽ മതി. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു. നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പത്രത്തിൽ വരും. അത് കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് us try a chance. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ആ, എന്തിനാ വിശ്വനാഥ ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയങ്ങൾ തന്നെ? ഇവിടെ ആ ക്യാപ്റ്റന്റെ ഒരു ഫോട്ടോ എടുക്കും. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. വാ. ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ കുറെ ബെഡായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ. കക്ഷിയപ്പം കാണിച്ചു തരാം. ആ ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. കമോൺ ബഷീർ. ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കുക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ തന്റെ പേര്? ബഷീർ. എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മോൻ കവർ ചെയ്താ എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്. ഒരു കുഴപ്പമില്ലെന്നേ പറഞ്ഞേ. ആ, ഒരു കുഴപ്പമില്ല. ടൈംസിൽ മാത്രമല്ല
മറ്റു പത്രങ്ങളിലും ഈ ന്യൂസും ഫോട്ടോഗ്രാഫും കവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവനെ അന്വേഷിച്ച് ആരെങ്കിലും എത്തും. ഞാൻ വരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ.